ഇത് ഈ ബാംഗ്ലൂർ നടക്കുന്ന എനിക്ക് മിക്ക ദിവസവും ഉണ്ടാകാറുള്ള ഒരു സംഭവമാണ്. സ്ഥിരം ഊബർ ഡ്രൈവേഴ്സിന്റെ ദാറ്റ് അങ്ങനെ വേണം പറയാൻ. സീരിയസ്ലി എപ്പോഴൊക്കെ ഊബർ ബുക്ക് ചെയ്യും അല്ലെങ്കിൽ ഊബർ ആപ്പിൽ എന്ത് തന്നെ ആവട്ടെ, ഈ ഓട്ടോ ഡ്രൈവേഴ്സ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാക്കും. അപ്പൊ ഈ സമയം ഉണ്ടായെന്ന് വെച്ചാല് എനിക്ക് അത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പ് ഇന്ന് ഞാനിങ്ങനെ ഇട്ടിട്ടില്ല. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ലോങ് പോയിട്ട് നൈറ്റ് വരുമായിരുന്നു. സോ ഇപ്പൊ ഏകദേശം 10-20 ആയിട്ടുള്ളത്. ആൻഡ് ഒരു 1 hour മുന്നെയാണ് ഞാൻ ഊബർ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഊബർ ബുക്ക് ചെയ്യുന്നതിന്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ബുക്ക് ചെയ്യുന്നത്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്റെ ഈ റൂമിന്റെ ഏകദേശം ഒരു 500-700 മീറ്റർ മുന്നേ വരെ ഞങ്ങൾക്ക് ബസ് ഉണ്ട്. എന്നിട്ട് ഞാൻ 300 രൂപ കൊടുത്ത് 30 രൂപ ബസ്സിന് കൊടുക്കാനുള്ള സമയത്ത് ഞാൻ 300 കൊടുത്ത് ഊബർ ബുക്ക് ചെയ്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ആ 500 മീറ്റർ ബസ് ഇറങ്ങിയിട്ട് നടന്ന് റൂമിലേക്ക് വരുന്ന വഴിക്ക് ഒരുപാട് ഡോഗ്സ് ഉണ്ട്. അപ്പൊ നൈറ്റ് ടൈം നടന്നു വരുന്നത് കുറച്ച് റിസ്കിയാണ്. അപ്പം ഒരുപാട് ഡോഗ്സുകളുണ്ട്. ഞാൻ റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് 300 രൂപീസ് കൊടുത്ത് ഊബർ ബുക്ക് ചെയ്ത് വന്നത്. പുള്ളിലോട്ട് വരാൻ പറ്റില്ല, ചെറിയ റോഡാണ്, യൂട്ടേൺ എടുക്കാൻ പറ്റില്ല, അതുപോലെ ഭയങ്കര ഡ്രാമ. ഞാൻ പറഞ്ഞില്ല, ഇതിനെക്കാട്ടി വലിയ വണ്ടി ഞങ്ങൾ ഊബർ ഓട്ടോയാണ് എടുത്തത്. ബട്ട് ടാക്സി കാർ വരെ ക്യാബ് വരുന്ന ഒരു സ്ഥലമാണ്. സോ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴേ അയാൾക്ക് ചൊറിയായി. പിന്നെ അയാൾ അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ വരെ വഴിയോടും പറഞ്ഞ് നിർത്തി. അപ്പം നടന്ന സംഭവമാണ്. ഞാനും അത്യാവശ്യം റേസായി. അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് ഒരു ബേസിക് കന്നഡ അറിയുന്നതുകൊണ്ട് ഞാൻ എങ്ങനെ എനിക്ക് പിടിച്ചിരുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് എന്ത് പറഞ്ഞാൽ അയാൾക്കതാവില്ലല്ലോ. ഭയങ്കര സീനായി. എന്നെ അടിക്കും, ചെരുപ്പൂരി അടിക്കും, ഇവിടുന്ന് പോയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ റൂമിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്താണ്ട് ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അയാൾ ഉടനെ വണ്ടി തിരിച്ചു. അയാൾ ഇവിടെ വന്ന് അയാൾ വണ്ടി തിരിച്ചു പോവാണ്. എങ്കിലും ഞങ്ങളെ കയറ്റിയെടുത്ത് കൊണ്ട് ഇറക്കുമെന്നു. കാരണം അങ്ങനെ ഭയങ്കര സീനായി. പെട്ടെന്ന് ഞങ്ങൾ ബഹളം കേട്ടിട്ട് അടുത്തുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി വന്നു. പിന്നെ അവരൊക്കെ ഇടപെട്ടിട്ട് അയാൾ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. And guys, I don't know why this Bangalore auto drivers are like this. I don't know. വേറെ ഒരു സ്ഥലത്തും എനിക്ക് അറിയില്ല. സത്യമായല്ലോ, നമ്മൾ ഒരു സ്ഥലത്ത് ഇത്ര ലേറ്റ് ആയിട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് നമ്മൾ ഓക്കെ സേഫ് ആയിട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ് ഇത്രയും പൈസ ആയാലും ഓക്കെ എന്നുള്ള രീതിക്ക് ബുക്ക് ചെയ്യുന്നത്. പക്ഷെ സത്യമല്ല, റോഡിൽ കൂടെ ഇറങ്ങി നടന്നാൽ പട്ടികൾ നമ്മളൊന്നും ചെയ്യില്ല. ഈ നമ്മളെ ഐ ഡോണ്ട് നോ ഗൈസ്, എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്നതും എന്തിനാണെന്ന് എനിക്കറിയില്ല, ഒരു കാര്യമില്ല. അയാളുടെ കംപ്ലൈന്റ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ഞാൻ ആ നമ്പർ ബോർഡ് ഫോട്ടോ എടുത്ത് അയാൾ ഇറങ്ങി വന്നിട്ട് ഇതിനെ അടിക്കാനൊക്കെ പോയി. ഞാൻ എന്തായാലും ഇയാളുടെ പേര് കംപ്ലൈന്റ് ചെയ്യും, ഉറപ്പായിട്ട് ഞാൻ ഊബറിൽ കംപ്ലൈന്റ് ചെയ്യും. സോ ഇതെനിക്കിങ്ങനെ പറയണം തോന്നിയില്ലെങ്കിൽ എന്റെ മനസ്സിൽ കിടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല.